ദൈവസന്നിധി സന്തോഷത്തോടായിരിക്കും എല്ലാവരും കാര്യങ്ങൾ ഉയർത്തി ഈ അനുഗ്രഹീതമായ സമയങ്ങൾക്കായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിൽ വളരെ ബഹുമാന്യനായ കർത്തദാസൻ, ഇവിടെ ശുശ്രൂഷകളിലായിരിക്കുന്ന മറ്റ് ദൈവദാസന്മാർ, ആദരണീയരായ ദൈവമക്കൾ എല്ലാവർക്കായി കർത്താവിനെ സ്തോത്രം. നിങ്ങളോട് ഒരുമിച്ച് ഈ പ്രത്യേക മീറ്റിങ്ങിലും പങ്കാളിയാവുവാൻ കർത്താവ് സഹായിച്ച ദൈവത്തിൻ്റെ എല്ലാ വിശ്വസ്തർക്കായി സ്തോത്രം. ഇന്ന് പകലത്തെ അല്പസമയത്തെ വചനധ്യാനത്തിനായി നമുക്ക് അല്പം ചില വാക്യങ്ങൾ വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. യെസ്. സഹോദരന്മാരുടെ ഫലങ്ങളോട് വായിച്ച എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. എല്ലാവരും ചേർന്ന വാക്യം പറയാമോ? ജീവന്റെ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഞാൻ 2 പ്രമാണത്തിന് അടിമയായിരുന്നു. ഞാൻ 2 വ്യവസ്ഥകൾക്ക് ബന്ധിതനായിരുന്നു. 2 അവസ്ഥകൾ എന്നെ ബന്ധിച്ചിരിക്കുകയായിരുന്നു. പല തലത്തിൽ എന്നെ അത് ബന്ധിച്ചു വെച്ചിരുന്നു. ഞാൻ ഈ 2 അടിമയായിരുന്നു. ഞാൻ അടിമയായിരുന്ന 2 വ്യവസ്ഥകളെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, പാപത്തിന്റെ വ്യവസ്ഥ. അതിന് വേദപുസ്തകത്തിന്റെ ഭാഷയിൽ പാപത്തിന്റെ പ്രമാണം എന്ന് വിളിക്കുന്നു. 2, മരണത്തിന്റെ വ്യവസ്ഥ. അതിന് വേദപുസ്തകത്തിന്റെ ഭാഷയിൽ മരണത്തിന്റെ പ്രമാണം എന്ന് വിളിക്കുന്നു. ഞാൻ അടിമയായിരുന്ന, എന്നെ അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന 2 വ്യവസ്ഥകളായിരുന്നു ഉണ്ടായിരുന്നത്. അതിലൊന്നാമത്തേത് പാപത്തിന്റെ വ്യവസ്ഥ, രണ്ടാമത്തേത് മരണത്തിന്റെ വ്യവസ്ഥ. റോമാലേഖനം 8:1 ഇപ്പോൾ എനിക്കൊരു വലിയ സ്വാതന്ത്ര്യം ലഭിച്ചു. എവിടെ? 8:1 വചനം പറയുന്നു, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. യേശു ക്രിസ്തുവിലായ ഭക്തൻ പറയുന്ന അടുത്ത വാക്യമാണ്, യേശു ക്രിസ്തുവിലായപ്പോൾ ഞാൻ സ്വാതന്ത്ര്യം പ്രാപിച്ചു കഴിഞ്ഞു. ഏതിൽ നിന്നൊക്കെ? പാപത്തിന്റെയും മരണത്തിന്റെയും വ്യവസ്ഥകളിൽ നിന്നും, അവസ്ഥകളിൽ നിന്നും. റോമാലേഖനം 8-ാം അധ്യായം പൊതുവെ സ്വാതന്ത്ര്യത്തിന്റെ അധ്യായമാണ്. ഓരോ വാക്യങ്ങൾ വായിച്ചു, പ്രത്യേകിച്ച് verse number 4, 5 and 6 and 7. Then come to verse number 18, 31. ഇതെല്ലാം വായിച്ചത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. 26, 26 വാക്യം. ഈ അധ്യായം മുഴുവൻ എന്തിനാണ് പറയുന്നു? വലിയൊരു സ്വാതന്ത്ര്യത്തിന്റെ അധ്യായമാണ്. 6-ാം അധ്യായത്തിലും 7-ാം അധ്യായത്തിലും കെട്ടപ്പെട്ട മനുഷ്യൻ 8-ാം അധ്യായത്തിൽ വന്നെത്തുന്ന സ്വാതന്ത്ര്യത്തെ പറ്റിയാണ് ഈ വാക്യങ്ങളിലെ വിവക്ഷ. ഞാൻ ഈ പരിമിതമായ സമയത്തിനകത്ത് ഈ വാക്യം മുഴുവൻ പ്രസംഗിക്കണമെന്ന് എൻ്റെ ഉള്ളിൽ വലിയ ആശയമുണ്ട്. എങ്കിലും എത്രത്തോളം സംസാരിക്കാൻ കഴിയുമോ അത്രത്തോളം നമുക്ക് കേൾക്കാം. ഈ വചന കേൾവിക്കായിട്ട് നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധ എനിക്ക് ആവശ്യമാണ്. നിങ്ങളായ ഹല്ലേലൂയ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് വിളക്കമില്ല, നിങ്ങളാരും കൈകൊട്ടിയില്ലെങ്കിൽ എനിക്ക് വിളക്കമില്ല. പക്ഷെ നിങ്ങളെല്ലാവരും തിരിച്ചുവിധമാണ് കേൾക്കണം. കാരണം ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ എല്ലാവർക്കും കാണാൻ കഴിയുന്നതല്ല, എല്ലാവർക്കും കേൾക്കാൻ കഴിയുന്നതല്ല, എല്ലാവർക്കും ഗ്രഹിക്കാൻ കഴിയുന്നതല്ല. ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ കേൾക്കണമെങ്കിൽ, കാണണമെങ്കിൽ, ഗ്രഹിക്കണമെങ്കിൽ തുറന്ന ഒരു കണ്ണ്, തുറന്ന ഒരു ചെവി, തുറന്ന ഒരു ഹൃദയം ആവശ്യമാണ്. അതുകൊണ്ടാണ് യേശു ഓരോ ഉപമകൾ പറയുമ്പോഴും പറയുന്നത്, ചെവിയുള്ളവൻ കേൾക്കട്ടെ, ചെവിയുള്ളവൻ കേൾക്കട്ടെ, ചെവിയുള്ളവൻ കേൾക്കട്ടെ. പുതിയ നിയമത്തിൽ തന്നെ നിങ്ങൾ അടിവരയിട്ടാൽ ഏകദേശം 16-ലധികം പ്രാവശ്യം ഇതേ വാക്ക് ദൈവാത്മാവ് പറയും. കർത്താവ് ഭൂമിയിലായിരുന്നപ്പോഴും വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ യേശുവിന്റെ വെളിപ്പാടുകൾ എഴുതുന്ന വെളിപ്പാട് പുസ്തകത്തിലും ഇതേ പരാമർശം നിങ്ങൾ കാണാൻ. ചെവിയുള്ളവൻ കേൾക്കട്ടെ, കണ്ണുള്ളവൻ കാണട്ടെ, ഹൃദയമുള്ളവൻ ഗ്രഹിക്കട്ടെ.
അപ്പൊ സാധാരണ കണ്ണുകൾക്കും സാധാരണ ചെവികൾക്കും സാധാരണ ഹൃദയങ്ങൾക്കും ഗ്രഹിക്കുന്നതിനപ്പുറത്താണ് ദൈവവചനത്തിന്റെ ആധികാരികത, അതിന്റെ ശക്തി. അതുകൊണ്ട് തന്നെ ഈ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ എല്ലാ വിശുദ്ധ കരങ്ങളെ ഉയർത്തി ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ, കർത്താവെ, തുറന്ന ഒരു കണ്ണ്, തുറന്ന ഒരു ചെവി, തുറന്ന ഒരു ഹൃദയം എനിക്ക് രാവിലെ ഈ വചനം ഗ്രഹിപ്പാനാണ് നൽകി തരുന്നത്. അതൊന്നൊന്ന് പ്രാർത്ഥിച്ചാൽ ആ കരങ്ങളെയൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. Jesus. Hallelujah. കരമടി ചൊല്ലി കർത്താവിന് നന്ദി പറഞ്ഞു. ഞാൻ പാപത്തിന്റെ വ്യവസ്ഥയ്ക്ക് അടിമയായിരുന്നു. പാപം എന്നെ ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പാപപ്രമാണത്തിന് ഞാൻ അടിമയായിരുന്നു. എന്റെ മാത്രം അവസ്ഥയല്ല, നിങ്ങളുടെ അവസ്ഥ അല്ലായിരുന്നു. നാം അങ്ങനെ ആയിരുന്നു. ഇപ്പോഴങ്ങനെ അല്ല, നാം അങ്ങനെ ആയിരുന്നു. എന്തായിരുന്നു പാപപ്രമാണം? നമ്മുടെ മേൽ വാണപ്പോൾ നമ്മുടെ അവസ്ഥ. 2-3 വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വേഗത്തിൽ കൊണ്ടുവരട്ടെ. റോമാലേഖനം 7-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം, 20-ാം വാക്യം. 19-ാം വാക്യം ഇങ്ങനെയാണ്: ഞാൻ നന്മ ചെയ്യുവാനിച്ചിരിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മയത്രേ ഞാൻ പ്രവർത്തിക്കുന്നു. 7:19. 20-ാം വാക്യം: ഞാൻ ഇച്ഛിക്കാത്തതിനെ ഞാൻ ചെയ്യുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. ഇപ്പോൾ 20-ാം വാക്യത്തിൽ 7:20 ഒരു ഭക്തൻ കണ്ടെത്തുകയാണ് എന്താണ് താൻ പിന്നെയും പാപത്തിൽ ജീവിക്കുവാനുള്ള കാരണമെന്ന്. 19-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ ചെയ്യുവാനിച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത്. 20-ാം വാക്യത്തിൽ ഞാൻ ഇച്ഛിക്കാത്തതിനെ പ്രവർത്തിക്കുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല. കേട്ടോ, വാക്യം എല്ലാവരും: അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. ഇവിടെ പാപത്തിന്റെ 1ാമത്തെ വാക്ക് നിങ്ങൾക്ക് ദർശിക്കാം. പാപം ഒരുവനിൽ വന്നും പോയി നിന്നല്ല പ്രവർത്തനം ആരംഭിക്കുന്നത്. പാപം ഒരുവനിൽ പ്രവർത്തിക്കുന്നത് അവനിൽ വസിച്ചാണ്. ചേർന്ന് പറഞ്ഞാട്ടെ, വസിക്കുന്ന പാപം. എല്ലാവരും പറഞ്ഞാട്ടെ, വസിക്കുന്ന പാപം. ഇപ്പോൾ 7-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ കണ്ടു, പാപം വസിക്കുകയാണ്. 16 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് അത് ഗ്രഹിക്കാൻ കഴിയും. 15-ാം വാക്യം: ഞാൻ ഇച്ഛിക്കുന്നതിനെയല്ല, ഞാൻ പകയ്ക്കുന്നതിനെ അത്ര ചെയ്യുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലും ന്യായപ്രമാണം നല്ലത് എന്ന് ഞാൻ സമ്മതിക്കുന്നു. ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം. 17-ാം വാക്യത്തിലും 20-ാം വാക്യത്തിലും ഒരൊറ്റ വാക്ക് തന്നെ കാണുന്നു: വസിക്കുന്ന പാപം. പാപം എന്നിൽ വസിക്കുകയാണ്. ഒരു ഭക്തൻ പറയുകയാണ്, പാപം എന്നിൽ വസിക്കുകയാണ്. ഈ ആരംഭത്തിൽ പാപം വാസം തുടങ്ങുകയാണ്. പിന്നത്തെ നോക്കിക്കുകയും 12-ാം വാക്യം, 6-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. നിങ്ങൾ ഈ ചാപ്റ്റർ അടങ്ങുന്ന ബൈബിൾ ഇങ്ങനെ തുറന്നു പിടിച്ചാൽ നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഈ മുഴുവൻ പ്രസംഗത്തിന് ഒരു വാക്യം പോലും ഇനി അപ്പുറത്ത് എടുക്കേണ്ടി വരില്ല. ഈ അധ്യായം ഇങ്ങനെ തുറന്നു പിടിച്ചാൽ 7-ാം അധ്യായത്തിന്റെ വാക്യമാണ് ഇപ്പോൾ വായിച്ചത്. 6-ാം അധ്യായത്തിലേക്ക് വന്നാട്ടെ. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 12-ാം വാക്യം: ആകയാൽ പാപം നിങ്ങളുടെ മർത്യശരീരങ്ങളിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. നോക്കൂ, ആരംഭത്തിൽ പറഞ്ഞു വസിക്കുന്ന പാപം. ഇപ്പോൾ കാണുക, വസിക്കുന്ന പാപം മൂത്ത് ഭരിച്ച് ഇപ്പോൾ വാഴുന്ന അവസ്ഥയിലേക്ക് എത്തി. രണ്ടാമത്തെ എല്ലാവരും പറഞ്ഞാട്ടെ, വാഴുന്ന പാപം. ഉച്ചത്തിൽ പറഞ്ഞാട്ടെ, വാഴുന്ന പാപം. നിങ്ങൾ ഇവരുടെ ആദ്യമായിട്ട് കാണുന്ന പോലെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു. ഉച്ചത്തിൽ ചേർന്ന് പറഞ്ഞാട്ടെ, വാഴുന്ന പാപം. ഒന്ന് വസിക്കുന്ന പാപം. പാപം ഒരുവനിൽ വാസം തുടങ്ങുന്നു. ഇത് ആരംഭ ഘട്ടമാണ്. എന്നാൽ അങ്ങനെ ഒരു ഘട്ടം ദൈവം പിശാച ഒരുവനിൽ തുടങ്ങിയാൽ അടുത്ത ഘട്ടം ഇതാണ്: പാപം അവനെ ഭരിക്കാൻ തുടങ്ങും. പാപം അവന്റെ മേൽ വാഴാൻ തുടങ്ങും. പാപം അവന്റെ മേൽ വാഴുമ്പോൾ എന്ത് സംഭവിക്കും? 12-ാം വാക്യം: ആകയാൽ പാപം നിങ്ങളുടെ മർത്യശരീരത്തിന്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. വാഴുന്ന പാപം. 13-ാം വാക്യം നോക്കുക: നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയുമരുത്. നിന്നിൽ വസിക്കുന്ന പാപം, നിന്നിൽ വാഴുന്ന പാപം, എന്നിൽ വാഴുന്ന പാപം. അടുത്തതായിട്ട് ചെയ്യുന്നത് എന്താണെന്നറിയാമോ? വസിച്ച പാപം, എന്നിൽ വാഴുന്ന പാപം. അടുത്തത് ചെയ്യുന്നത് എന്റെ അവയവങ്ങളെ അവന്റെ ആയുധങ്ങളാക്കി മാറ്റും. ശ്രദ്ധിച്ചു കേട്ടാട്ടെ, എന്റെ
അവയവങ്ങളെ അവന്റെ ആയുധങ്ങളാക്കി മാറ്റും. എന്ന് പറഞ്ഞാൽ നല്ലത് കാണേണ്ട എന്റെ കണ്ണിൽ അവന്റെ ആയുധത്തെ നിക്ഷേപിച്ചിട്ട് തിന്മ എന്നെ കൊണ്ട് കാണിക്കും. നല്ലത് ചെയ്യേണ്ട എന്റെ കയ്യിൽ തിന്മ നിക്ഷേപിച്ചിട്ട് ഈ കയ്യിലൂടെ തന്നെ തിന്മ എന്നെ കൊണ്ട് ചെയ്യിക്കും. നല്ലത് ചിന്തിക്കേണ്ട എന്റെ ചിന്താഗതിയിൽ തിന്മ വിധിച്ചിട്ട് തിന്മയായത് ചിന്തിക്കും. നല്ലത് പറയേണ്ട എന്റെ നാക്കുകൊണ്ട് അശ്ലീലം പറയിപ്പിക്കും, വേണ്ടാത്തത് പറയിപ്പിക്കും. ഇതിന്റെ കാരണം വസിക്കുന്ന പാപം ഭരിക്കുന്ന അവസ്ഥയിൽ വന്നിട്ട് ഇപ്പോൾ അവയവങ്ങളെ കീഴടക്കി കഴിഞ്ഞു എന്നുള്ളതാണ്. ശ്രദ്ധിക്കുക, അവയവങ്ങളെ കീഴടക്കി കഴിഞ്ഞു. ഫോഷ്ക് പറയുന്നു, നോക്കൂ, സത്യം പറയാൻ ആഗ്രഹിക്കുന്നവൻ അറിഞ്ഞുകൂടാതെ ഫോഷ്ക് പറയുന്നു. അതിന്റെ കാരണം അവൻ ഇഷ്ടമുണ്ട് സത്യം പറയണമെന്ന്, പക്ഷേ അവന്റെ അവയവങ്ങളിൽ വസിക്കുന്ന പാപം ഭരണം തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതിന്റെ തെളിവാണ്. ശ്രദ്ധിക്കുക, 7-ാം അധ്യായത്തിന്റെ 13 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങളുടെ അവയവങ്ങളെ അന്യൂനയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും വരുത്. ഇതാണ് പാപം ഒരുവനിൽ വാണ്, പാപം ഒരുവനിൽ ഭരിച്ച്, പാപം ഒരുവനിൽ വാസം തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ഘട്ടം എന്താണെന്നറിയാമോ? അവന്റെ അവയവങ്ങൾ, ശ്രദ്ധിക്കണം, എന്റെ അവയവങ്ങൾ അവന്റെ വാഴ്ചയുടെ സ്ഥലമായി, അവന്റെ വാഴ്ചയുടെ ഇരിപ്പിടമായി ഞാൻ സമർപ്പിക്കുന്ന അവസ്ഥയാണ്. എന്തും ചെയ്യാൻ മടിയില്ലാത്ത അവസ്ഥ, പാപത്തിന് സമർപ്പിച്ചു കൊടുക്കുന്ന അവസ്ഥ. ദൈവത്തിന് സമർപ്പിക്കുന്ന പോലെ തന്നെ പാപത്തിന് സറണ്ടർ ചെയ്യുന്ന അവസ്ഥ. അതാണ് ഇവിടെ പറയുന്ന 3-ാം ഘട്ടം. ഇങ്ങനെയിരുന്ന ഘട്ടത്തിലാണ് വാസ്തവത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനുള്ള സ്വാതന്ത്ര്യം നാം അനുഭവിക്കുവാനായി ആഗ്രഹിച്ചത്. ഇനി നിങ്ങൾ 6-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിലേക്ക് വന്നാട്ടെ. 2-ാം വാക്യത്തിലേക്ക് 6-ന്റെ 2. 1-ാം വാക്യം ഞാൻ വായിക്കാം. ആകെയാണ് നാം എന്ത് പറയണ്ടു? കൃപ വരികേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു. 2-ാം വാക്യം, ഒരു നാൾ വരുത് പാപസംബന്ധമായി മരിച്ചവരായ നാം. ഇവിടെ ഞാൻ ഈ ദൂതിന്റെ വിശാലതയിലേക്ക് ഇറങ്ങുകയാണ്. ശ്രദ്ധിച്ചാട്ടെ, ഇപ്പോൾ പാപം വസിക്കുന്ന അവസ്ഥയിലായിരുന്നു. 2, പാപം വാഴുന്ന അവസ്ഥയിലായിരുന്നു. 3, വാഴുന്ന പാപം അവയവങ്ങളെ അതിന്റെ അനുരാഗത്തിനൊത്ത് സമർപ്പിച്ച് എന്നിൽ ഭരിക്കുന്ന അവസ്ഥയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് യേശുക്രിസ്തുവിനുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കാനായി ഞാൻ ഓടിപ്പോയത്. എന്താ അവിടെ സംഭവിച്ചത്? 6-ന്റെ 1-ൽ കാണുന്നു, 6-ന്റെ 2-ൽ പറയുന്നു, പാപസംബന്ധമായി മരിച്ചവരായ നാം അതിൽ ജീവിക്കുന്നത് എങ്ങനെ പാപത്തിൽ നിന്ന് ജയിക്കാം? കൈയടിച്ചാൽ പാപത്തിൽ നിന്ന് ജയിക്കാൻ കഴിയുമോ? ഇങ്ങോട്ട് നോക്കിയാൽ. ഉപവസിച്ചാൽ പാപത്തിൽ നിന്ന് ജയിക്കാൻ കഴിയുമോ? ഉപവസിക്കുമ്പോൾ പാപം ചെയ്യാത്തവരുണ്ടോ? എങ്ങനെ പാപത്തിൽ നിന്ന് ജയിക്കാം? ഈ മനുഷ്യരാശി ആരംഭകാലം മുതൽ അവസാന കാലം വരെ സംസാരിക്കുന്ന ഒരു പ്രധാന വിഷയമാണ് എങ്ങനെ പാപരഹിത ജീവിതം ഭൂമിയിൽ നയിക്കാം. ഇവിടെ വചനം അതിനെ പറ്റുന്നു, വചനം അത് പറ്റുമെന്ന് ഉറപ്പു തരുന്നു. പറ്റാത്ത കാര്യം പറയുന്ന ബൈബിൾ അല്ല ഞാൻ ഉയർത്തി പ്രസംഗിക്കുന്ന ബൈബിൾ. പറ്റുന്ന കാര്യം ബൈബിൾ പറയുന്നു. പാപത്തെ ജയിക്കണമെങ്കിൽ പാപസമ്മതമായ ഒരു മരണം നമ്മിൽ വ്യാപരിക്കണം. ഒരു പാപത്തെ ജയിക്കണമെങ്കിൽ പാപമേ ഞാൻ നിന്നെ വെറുക്കുന്നു എന്ന് പറഞ്ഞിട്ട് താല്പര്യമില്ല. പാപമേ ഞാൻ നിന്നെ അനുഗമിക്കത്തില്ല എന്ന് പറയുന്നതുകൊണ്ട് കാര്യമില്ല. എനിക്ക് പാപത്തോട് വെറുപ്പാണ് എന്ന് പറയുന്നതുകൊണ്ട് കാര്യമില്ല. ഞാൻ പാപം ചെയ്യത്തില്ലെന്ന് ഘോരം പറഞ്ഞിട്ട് കാര്യമില്ല. പാപം ചെയ്യാതിരിക്കണമെങ്കിൽ പാപസമ്മതമായ ഒരു മരണം നമ്മിൽ വ്യാപരിക്കണം. തൊട്ടടുത്തിരിക്കുന്ന നമുക്ക് കൈ കൊടുത്ത് പറയാൻ സന്തോഷമാണെങ്കിൽ, സന്തോഷമില്ല കൈ കൊടുക്കണമെന്നില്ല. കൈ കൊടുത്താൽ